അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി കാണാതെ പോകുന്നൊരു പ്രതിഭാസം നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ? എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. മറ്റാരുമല്ല, എൻ്റെ ചേട്ടൻ തന്നെയാണ്. എടി ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അത്താഴം കഴിഞ്ഞാലും തിരിച്ച് വീട്ടിൽ കയറാത്ത ഒരു മുതലാണ് എൻ്റെ ചേട്ടൻ. അപ്പോൾ ചേട്ടനെ നോക്കിയിരുന്ന സമയത്ത് പൊതുവിവരം കുറച്ചുണ്ടാവട്ടെ എന്ന് വിചാരിച്ച് അച്ഛനോട് കുറച്ച് ന്യൂസൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ സമയം ചിലവഴിച്ച് നമ്മൾ നേരെ പോയത് നമ്മുടെ ലൈബ്രറിയിലേക്കാണ്. ഒരു കുഞ്ഞു ലൈബ്രറി കേട്ടോ, ഞങ്ങളുടെ നാട്ടിലുള്ള. അടുത്തൂടെ ബോട്ടൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ ബോട്ടും കണ്ട് നമ്മൾ പോയി 2 ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇടവേളകൾ ആനന്ദകരമാക്കാൻ നമുക്ക് വായന നല്ലതാണ് ഗൈസ്. ഇത് കഴിക്കരുത് എത്ര പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ. ആര്? ഞാൻ തന്നെ. അല്ലാണ്ടാര്? ഈ മുരിഞ്ഞുള്ളിയുടെ ഭയങ്കര ഫാനാണ് ഞാൻ. ഇത് കഴിക്കരുത് വിചാരിക്കും, പക്ഷേ കണ്ണാടി കൂടി ഇരുന്ന് ഇതിനെ കണ്ണിറക്കി കാണിക്കുമ്പോൾ ഞാൻ അറിയാതെ വീണു പോകും. ചന്ദ്രമൊഴിയോ കുങ്കുമപ്പോ കണ്ടിട്ട് കരയുന്ന കരച്ചിലില്ല ഗൈസ്, ഇത് ഉള്ളി തൊട്ട് കരയുന്ന അല്ല, ഉള്ളിൽ തൊട്ടപ്പോൾ കരഞ്ഞു പോയതാണ്. എൻ്റെ ദൈവമേ, 2 സവോള അരിഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് മെഴുകി ഒരു പരിവാക്കി. ഇന്ന് രാത്രിത്തെ ഷെഫ് ഞാനാട്ടോ. അപ്പോൾ പിന്നെ ഒട്ടും കുറയ്ക്കേണ്ട, നല്ല മുട്ടക്കറിയും കൂട്ടത്തിൽ അപ്പോൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് തട്ടി വീട്ടിയപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി.